നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതായതാണ് കലാലയങ്ങളിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പൊതുസമൂഹം വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനിയും ജിഷ്ണുമാർ ആവർത്തിക്കാതിരിക്കാൻ അൺഎയ്ഡഡ് കോളേജുകളിൽ പോലും വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകട്ടെ എന്ന അഭിപ്രായവും പുറത്തുവരുന്നു. ഈ കാലത്തും ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ വിദ്യാർത്ഥി സംഘടനകൾ? കേരളത്തിൽ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന തെറ്റുകൾ തിരുത്തുകയും ശൈലി മാറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവാകേണ്ടത് യഥാർത്ഥത്തിൽ അവരുടെ തന്നെ നേതാക്കൾക്കെതിരെ, പ്രവർത്തകർക്കെതിരെ എത്രത്തോളം നടപടികളെടുത്തു, എത്ര അച്ചടക്ക നടപടികളുണ്ടായി എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം. കഴിഞ്ഞ ഒരു വർഷം ഈ പറയുന്ന ശൈലി മാറ്റത്തിൻ്റെ, ഈ പറയുന്ന സദാചാര ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിൻ്റെ, ഈ മേധാവിത്വവും കയ്യൂക്കും കാണിക്കുന്നതിൻ്റെ, ഈ ഫാസിസം അവസാനിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ സംഘടനയായ, ഭൂരിപക്ഷം കോളേജുകൾ ഭരിക്കുന്ന, യൂണിവേഴ്സിറ്റി യൂണിയനുകൾ ഭരിക്കുന്ന SFI സ്വന്തം പ്രവർത്തകർക്കെതിരെ എത്ര പേർക്കെതിരെ നടപടിയെടുത്തു? ഞാൻ പറയല്ലോ, അങ്ങനെ ഈ നടപടികളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഞാൻ ഈ ചർച്ചയിലേക്ക് വന്നത്. പക്ഷേ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെയൊക്കെ നടപടി എടുത്തിട്ടുണ്ട്. അല്ലല്ല, അവരാരും നിങ്ങളുടെ കൂടെ ഇല്ല. ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ. അങ്ങനെ ഇപ്പോൾ ഒരു തെറ്റ് കാണിച്ച ഉടനെ അങ്ങനെ ടാർണിഷ് ചെയ്ത് നീ പരിസരത്തിൽ ജീവിതത്തിന്റെ ഏതൊരു ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ജയിലിൽ പോയ ആളുകളുണ്ടല്ലോ, ആ ജയിലിൽ പോലും നമ്മൾ പറയുന്നത് എന്താ, തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഒരു അപനിർമ്മാണത്തിന്റെ കേന്ദ്രങ്ങളാണ് ജയിലുകൾ എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അതേപോലെ ഞങ്ങൾ മാതൃകാപരമായി നടപടിയെടുത്തിട്ടുണ്ട്. ആ നടപടിയെടുത്ത ആളുകളെയൊക്കെ നീ നാളെ RSS ആയാൽ മതി, നീ നാളെ NDF ആയാൽ മതി, അല്ലെങ്കിൽ നീ നാളെ യൂത്ത് കോൺഗ്രസ് ആയാൽ മതി എന്ന് പറഞ്ഞ് വിടുകയല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. തിരുത്തപ്പെടാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ ഞങ്ങൾ തിരുത്തി ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ശരി, ഈ ചോദ്യം ഞാൻ നടപടിയെടുത്ത കാര്യം പറയണല്ലോ. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ദേഹത്ത് 7 KSU പ്രവർത്തകർ കരിയോല വെച്ചു. ഞങ്ങൾ 7 മിനിറ്റ് പോലും എടുക്കാതെ ആ പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞാൻ പറയട്ടെ, സ്വരാജ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കരിയോയിൽ സമരം തന്നെ കേരളത്തിൽ നടത്തി. അന്ന് മാധ്യമ പ്രവർത്തകർ, KV തോമസ് ഉൾപ്പെടെയുള്ളവരുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താ, ഞങ്ങൾ സമരത്തിലാണ്, സമരം ചെയ്യുമ്പോൾ മന്ത്രിമാരുടെ ദേഹത്ത് കരിയോലിന് പകരം മിൽമാപ്പാൽ ഒഴിക്കണമോ എന്ന് ചോദിച്ചവരാണ്. ഒരു ഘട്ടത്തിൽ SFI ആർക്കെതിരെ നടപടിയെടുത്തില്ല. ഞങ്ങൾ വളരെ കൃത്യമായി കൊലപ്പെടുത്തുന്നതിനേക്കാൾ വലുതാണോ കരിയോൽ ഒഴിക്കുന്നത്? ആളെ വെട്ടി കൊലപ്പെടുത്തിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നിയമപരമായി KSUവിന്റെ ഏതെങ്കിലും നേതാവ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? പറയട്ടെ, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ശ്രീനിവാസനെതിരെ നടപടിയെടുത്തോ? എടുത്തില്ല. ഞാൻ പറയാം, അല്ല, ഒറ്റ സെക്കൻഡ്. TP ശ്രീനിവാസൻ എന്ന വിഷയത്തിൽ ഞങ്ങൾ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞാൽ ജോയി ഏത് ലോകത്താണ്? SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ആ കൃത്യം നിർവഹിച്ചത്. ഞങ്ങൾ അദ്ദേഹത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് നീക്കി. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തില്ല. കോടതി ഒരാൾക്ക് ശിക്ഷ വിധിക്കാത്തത് അയാൾ നിരപരാധിയാണെന്നതിൻ്റെ തെളിവാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഇന്ന് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ല. നരേന്ദ്രമോദി ഇതിനെ താരതമ്യം ചെയ്യപ്പെടേണ്ട കാര്യമില്ല. നരേന്ദ്രമോദി കേരളത്തിലെ ക്യാമ്പസുകളിൽ KSU ഇത്ര വലിയ കുറ്റകൃത്യങ്ങളും കൊലകളും ചെയ്തൊരു സംഘടനയാണെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇതിന്റെ പേര് ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പങ്കുണ്ടോ? നരേന്ദ്രമോദിക്കെതിരെ എത്ര വലിയ തെളിവുണ്ട്. അവർ ഭരണകൂടം ഒന്നായ നീതിന്യായ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇത്തരത്തിൽ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ, അല്ലെ വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് ചെയ്ത ഏതെങ്കിലും കേസ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള റിപ്പോർട്ട്, പോലീസ് സ്റ്റേഷനിൽ കേസ്, ഇങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ ഞങ്ങൾ ആർക്കെതിരെയാണ് നടപടിയെടുക്കുക? നേരത്തെ പറഞ്ഞതുപോലെ ഈ MG കോളേജിലെ ഇഷ്യൂ പറഞ്ഞു. അവിടുത്തെ വിദ്യാർത്ഥികൾ ആരൊക്കെങ്കിലും ഒരു ഊമക്കത്തെഴുതാം, അല്ലെങ്കിൽ ആരോടും പുറത്തു പറയാത്ത രീതിയിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് കത്തെഴുതാം. അങ്ങനെ പോലും ഒരു റിപ്പോർട്ട് ഇല്ലാത്ത ഞങ്ങൾ ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്? കേരളത്തിലെ കലാലയങ്ങളിൽ ABVP എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കാലങ്ങളിലൊക്കെ ചെയ്യുന്ന എല്ലാം ശരികൾ മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള ABVP മെമ്പർഷിപ്പുള്ള പ്രവർത്തകർ തെറ്റ് ചെയ്താൽ അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ, അവരെ ശാസിക്കാനുള്ള എല്ലാ സംഘടനാ സംവിധാനവും ABVP-ലുണ്ട്. അതില്ലാത്ത സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് MG കോളേജിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അച്ചടക്ക നടപടി എടുക്കാനോ ഒരു ഘട്ടത്തിലും സാധ്യമല്ല. ജിഷ്ണു പ്രണോയുടെ ദാരുണമായൊരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്.
നിങ്ങൾ ഇത്രയും സമയം ഈ 3 പേരും എങ്ങനെയാണ് പരസ്പരം സംസാരിച്ചതെന്ന് കേരളം കാണുകയാണ്. ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെടുന്നുണ്ടോ? ഇത് നിങ്ങളുടെ കൂടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അൺഎയ്ഡഡ് കോളേജുകളിൽ ഈ പറയുന്ന ജീവൻ മരണ പോരാട്ടം അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളായ കുട്ടികൾ നടത്തുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ലോ അക്കാദമി യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകൾക്കെതിരെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയ്ക്ക് വളരെ മാതൃകാപരമായ നടപടിയെടുത്ത് കാണിച്ചു കൊടുക്കാവുന്ന ഒരു അവസരം ഉണ്ടായിരുന്ന ഒരു ഇടമാണ്. ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? SFIക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ഞാൻ പൂർണ്ണമായത് ലോ അക്കാഡമി സമരം വിജയിച്ചില്ല എന്ന നിലയ്ക്കാണ് ആ ചോദ്യത്തിന്റെ ഒരു നട്ഷല്. തീർച്ചയായും അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞങ്ങളുടെ സമരം വിജയിച്ചു എന്ന അഭിപ്രായത്തിലാണ്. അപ്പൊ ഞാൻ അതിലേക്ക് വരാം. ഇനി ചോദിച്ചല്ലോ, അപ്പോൾ വിജയിച്ചു എന്നാണ് അവരുടെ അഭിപ്രായം. വിദ്യാർത്ഥി സംഘടനകൾ ഐക്യത്തോടുകൂടെ സ്വാശ്രയ കോളേജുകളെ, സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകളെ വരുതി നിർത്താൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യത്തിന്റെ മർമ്മപ്രധാനമായ കാര്യം. തീർച്ചയായും. എന്ന് മാത്രമല്ല, അതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഈ പറയുന്ന ഇന്ത്യയിലായാലും കേരളത്തിലായാലും CITUവിൻ്റെയും INTUCയുടെയും BMSൻ്റെയും കൊടി ഒന്നിച്ച് കൂട്ടിക്കെട്ടി സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരു പാരമ്പര്യത്തിൻ്റെ മാതൃക വേണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമായ നിലനിൽപ്പിൻ്റെ പ്രശ്നം എല്ലാ കോളേജുകൾക്കകത്ത് നിങ്ങൾ നേരിടുന്നുണ്ട്. ഇതൊരു വർഗസംഘടനയല്ല, അതും എനിക്കറിയാം. പക്ഷേ ഈ നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിൽ എങ്കിലും യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചട്ടുകമാകാതെ ഇനിയെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് നിന്നുകൂടെ? ഞങ്ങൾ ഏതൊരു കാലഘട്ടത്തിലും സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ ആരാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നറിയാം. ഏതൊരു കാലഘട്ടത്തിലും സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്കകത്ത് സംഘടനാ സ്വാതന്ത്ര്യം വേണമെന്നത് എല്ലാ സർക്കാരുകളും മാറി മാറി വന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും ഞങ്ങൾ സമരം ചെയ്യുകയും ചെയ്യുന്നത്. പേഴ്സണലി പറയുമ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചത് CMS കോളേജിൽ നിന്നാണ്. ഞാൻ പോലും ആ കോളേജിൽ നിന്ന് ഒരു ഘട്ടത്തിൽ സമരത്തിൻ്റെ ഭാഗമായി പുറത്താക്കപ്പെടുകയും പിന്നീട് വലിയ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായി തിരികെ പ്രവേശിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്ത് പാസ്സായി വന്ന ആളാണ്. അത് കോളേജ് മാനേജ്മെന്റിനെതിരെയുള്ള സമരമാണ്. ഈ ഘട്ടത്തിലൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോ അക്കാദമിയുടെ മാനേജ്മെന്റ് CPMനോടും ഇടതുപക്ഷത്തോടും അനുഭവമുള്ളൊരു മാനേജ്മെന്റ് അല്ലായിരുന്നെങ്കിൽ SFI ഇങ്ങനെയൊക്കെ തന്നെയാണോ ആ കോളേജിൽ പ്രതികരിക്കുക? ലോ അക്കാദമിയുടെ മാനേജ്മെന്റ് ആരോട് ആഭിമുഖ്യമുണ്ട മാനേജ്മെന്റ് ആണ് എന്ന് തിരക്കിയിട്ടല്ല ഞങ്ങൾ സമരം ചെയ്തതും സമരം വിജയിപ്പിച്ചതും സമരത്തിൽ അണിനിരുന്നതും. ഞങ്ങൾ കർശനമായി ലോ അക്കാദമിയിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ആദ്യം മുതലേ ഉയർന്നു വന്നു. ആ മുഴുവൻ വിദ്യാർത്ഥി പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ടാണ് സമരം അവസാനിച്ചത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിദ്യാർത്ഥി സംഘടനകളുടെ യോജിപ്പ്. ലോ അക്കാദമിയിൽ എല്ലാ പ്രശ്നവും തീർന്നു. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ആ വിദ്യാർത്ഥി സമരം അവസാനിച്ചത്. ഈ വിദ്യാർത്ഥി സമരം അവസാനിപ്പിച്ചതെന്ന് കൂട്ടിച്ചേർക്കണം. ജയിക്ക് ക്ഷമിക്കണം, ഞങ്ങൾ പിന്നീടും ഈ ചോദ്യത്തിന്റെ പ്രസക്തമായ ഉത്തരവുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകൾ വ്യത്യസ്ത കൊടി ഉയർത്താറുണ്ട്. ആ വ്യത്യസ്ത നിറം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2 മാസമായിട്ട് കേരളത്തിലെ സമര ചരിത്രം നോക്കൂ. SFI ഒഴികെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ജോയി എന്നോട് യോജിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ചാണ് സമരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നം മുൻനിർത്തി ഒരുമിച്ച് വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നതിന് എതിരായിട്ട് ABVPയോ KSUO ASFO MSFO ക്യാമ്പസ് ഫ്രണ്ടോ ഇല്ല. അങ്ങനെ അവർ വ്യത്യസ്ത അഭിപ്രായം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊക്കെ എവിടെയാണ് ഈ KSUവിനെ ABVPയും വിട്, ASF പോലും ഈ സമരത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ SFI മാത്രം എങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുന്നത്? ഒരു തർക്കമില്ല, അതിനെ അങ്ങനെ റീഡ് ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയമായി ഒറ്റപ്പെടലില്ല, അത് ആ കാഴ്ചയുടെ പ്രശ്നമാണ്. ASFും ABVPയും MSFും KSUവും ഒരുമിച്ച് സമരം ചെയ്യുന്നു. എന്തുകൊണ്ട് സമരം ചെയ്യുന്നു? അവർ ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് ലഭിച്ച കുട്ടികളുടെ എണ്ണം 31ആണ്. ഞാൻ ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമരത്തിന്റെ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ ചരിത്രം പുസ്തകം വായിക്കണം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളുടെ തോമസ് ഐസക് വിദ്യാർത്ഥി പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളില്ല എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കി മാത്രമാണ് സമരത്തിന്റെ ജയവും കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ അത് തന്നെ മതി. അതിലല്ല ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ കോസ് അതായിരുന്നു. ഞാൻ സൂചിപ്പിക്കട്ടെ, ഇവർ എന്തുകൊണ്ട് മുൻപുള്ള കാലഘട്ടത്തിൽ ഇതേ ഐക്യം പ്രകടിപ്പിച്ചില്ല? ഞാൻ സൂചിപ്പിച്ചു, ഈ സ്വാശ്രയ കോളേജുകൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട സമയത്ത് എത്ര സംഘടനകൾ ഇതിൽപ്പെട്ട ആളുകൾ സമരം ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സ്വകാര്യ മാനേജ്മെന്റുകൾ വിദ്യാർത്ഥികളെ പുറത്താക്കുകയും സ്വയംഭരണ കോളേജുകൾ അനുവദിച്ചു. സ്വാശ്രയ കോളേജിനേക്കാൾ കൂടുതൽ
വിദ്യാർത്ഥി ജനാധിപത്യത്തിന്റെ അവസാനത്തെ ശാസ്ത്രത്തെയും കരുത്തിഞ്ഞെരിച്ച് കൊന്നുകളയുന്നത് നമ്മുടെ നാട്ടിലെ സ്വയംഭരണ കോളേജുകളാണ്. ഈ സ്വയംഭരണ കോളേജുകൾ ആരംഭിച്ചപ്പോൾ ആരാ ഇരുകൈ നീട്ടി സ്വീകരിച്ചത്? എത്ര സംഘടനകൾ സമരം ചെയ്യാനുണ്ടായിരുന്നു? ഞങ്ങളുണ്ടായിരുന്നു. സ്വാശ്രയ കോളേജുകൾ സ്വയംഭരണ കോളേജുകൾ അപ്പോ ഇതിനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ജോയി, ഞാൻ നിങ്ങൾ ചർച്ച നടത്തുമ്പോൾ ഞാൻ ഇടപെടാത്തതിന്റെ അല്ല അതേ ആരോപണം നിങ്ങൾക്ക് ഞങ്ങൾ സഹകരിക്കാമെന്ന് ചോദിച്ചല്ലോ. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഊരിയ വാൾ, ആരാണ് വാൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആ ഊരിയ വാൾ അവർ ഉറയിലിടണം. അക്രമ രാഷ്ട്രീയ മറ്റ് സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവനെ പോക്കറ്റടിക്കാരനായി അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചതിന്റെ പേരിൽ അനാശാസ്യക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി മോഡൽ ആക്രമണം SFI അവസാനിപ്പിക്കാൻ തയ്യാറാവണം. അങ്ങനെയെങ്കിൽ മാത്രമേ കേരളത്തിൽ കലാലയ രാഷ്ട്രീയത്തിന് ഒരു തിരിച്ചുവരവ്. ഒരു കാര്യം, ഈ SFIയോട് പറയുന്ന ആ സ്വരം നിങ്ങൾക്ക് ABVPയോട് ഇല്ലല്ലോ. അല്ല, ABVP ഇപ്പൊ MG കോളേജിൽ ക്യാമ്പസിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്യാമ്പസിലും ഒന്നാം പ്രതി SFI ആണ്, രണ്ടാം പ്രതിയാണ് സ്വാഭാവികമായി SFI ശൈലി മാറ്റുമ്പോൾ ABVPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ എനിക്ക് വ്യത്യസ്ത വെർഷനാണ്. ഞാൻ ഈ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയപരമായ ആക്രമണവും അതേപോലെയുള്ള പ്രത്യയശാസ്ത്രമായി ഞങ്ങൾക്ക് വിഭിന്നമായ കാഴ്ചപ്പാടാണുള്ളത്. പക്ഷേ ഏതൊരു ഘട്ടത്തിലും ഞങ്ങൾ പറയും KSU രണ്ടാമതേ ഞങ്ങൾ എതിർക്കത്തുള്ളൂ. ഞങ്ങൾ ആദ്യം എതിർക്കുന്നത് RSSനെയാണ്, ABVPയാണ്, NDF. പക്ഷേ ഇവർക്കതല്ല, ജോയിക്കതല്ല നിലപാട്. SFI ആയാലും കുഴപ്പമില്ല. SFI ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ABVPയാണ്, പക്ഷെ വളരുന്നത് ABVPയാണ്. അതെന്താ? അതിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. നിങ്ങൾ എതിർക്കാത്ത KSU ഇല്ല, നിങ്ങൾ എതിർക്കുന്ന ABVP കേരളത്തിലെ ഏകദേശ സംസ്ഥാനങ്ങളിലും KSUവിന്റെ പ്രവർത്തനമുണ്ട്, NSUവിന്റെ പ്രവർത്തനം, ABVP പ്രവർത്തനമുണ്ട്. KSUവും NSUവും അല്ലെങ്കിൽ KSU എന്ന് പറയുന്ന ABVP തമ്മിൽ സംഘർഷം ഉണ്ടാവുന്ന എത്ര ക്യാമ്പസുകൾ ചേച്ചി കാണിക്കാൻ വേണ്ടി സാധിക്കും? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശയ സംവാദം നടക്കുന്നത് ABVP KSU ആണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വെച്ച് പരിശോധിക്ക്, KSUവും ABVPയും തമ്മിൽ വാളെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഫൈറ്റിംഗ് മോഡിൽ പ്രവർത്തിക്കുന്ന എത്ര സ്റ്റേറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കും? കേരളത്തിന് പുറത്ത് മുഴുവൻ ക്യാമ്പസുകളിലും NSUവും ABVPയും ആശയം പറഞ്ഞുകൊണ്ട് വളരെ മാതൃകാപരമായി സർഗാത്മകമായ മോഡൽ ക്യാമ്പസുകൾ, ജോയിയുടെ വാക്ക് കടമെടുക്കുകയാണ്, മോഡൽ ക്യാമ്പസുകൾ ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ 3 വർഷമായി RSSന്റെ ഭരണത്തിന് ഏറ്റവും BJP ഞാൻ അങ്ങനെ തന്നെ പറയും. നിതീഷ് എന്ത് പറയണമെന്ന് BJP ഭരണം, നിതീഷ് എന്ത് പറയണമെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് BJP ഭരണം. നിതീഷ് എന്ത് പറയണമെന്ന് തീരുമാനിക്കാൻ നിതീഷിന് അവകാശമുണ്ട്. തീർച്ചയായും ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കാൻ നിതീഷിന് അവകാശമില്ല. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത് JK, അത്രേ എന്റെ ഒരു അഭിപ്രായമുള്ളൂ. നിതീഷേ, എന്റെ നാക്കിൽ കയറി ഇന്നതേ പറയാവുള്ളൂ എന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ പറയും RSS ഭരണത്തിന് 3 വർഷക്കാലം തികയുന്നു, ഞാൻ ഇന്നത് പറയണമെന്ന് ഒരാൾ വാശി പിടിക്കുകയാണ്, അത് ശരിയല്ലല്ലോ. ഇപ്പൊ ഞാൻ പറയുകയാണ് ജോയി ഇന്നതേ പറയാവുള്ളൂ, ശ്രീലേഷ് ഇങ്ങനെ പറയാവുള്ളൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. എനിക്ക് അപ്പൊ ഞാൻ ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കുന്നു. RSS ഭരണത്തിൽ 3 വർഷക്കാലം നിലനിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ നിർവചനം, വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുള്ള എൻ്റെ അവകാശമാണ് എൻ്റെ ജനാധിപത്യം എന്നാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ 3 വർഷ കാലഘട്ടത്തിനിടെ ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് ഏറ്റവും ഔത്സുക്യപൂർവ്വം വിളിച്ചു പറഞ്ഞത്, ആ വിളിച്ചു പറഞ്ഞ പട്ടികയിൽ JNU ഉണ്ട് ഒന്നാമത്, ആ വിളിച്ചു പറഞ്ഞ പട്ടികയിൽ ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാലയുണ്ട്, ആ വിളിച്ചു പറഞ്ഞ പട്ടികയിൽ രോഹിത് മുർമുയുടെ പ്രോജ്വലമായ രക്തസാക്ഷിത്വമുണ്ട്. ഈ JNUവിലും ഈ ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാലയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു. എന്താ JNU രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷക്കാർക്കോ വലിയ മടക്കൂറുള്ള മണ്ണല്ല ന്യൂഡൽഹി. JNU എന്താ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്? RSSനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയം വേണം. JNU വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയമാണെന്നാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും മികച്ച ഗവേഷകരും ഏറ്റവും മികച്ച ചിന്താജ്ഞരായ വിദ്യാർത്ഥികളും പഠിക്കുന്ന സർവകലാശാലയാണ് JNU. പ്രണബ് കുമാർ മുഖർജിയാണ് അവാർഡ് കൊടുത്തത്. ഏറ്റവും മികച്ച പുതിയ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സർവകലാശാലയ്ക്ക് അവാർഡ് കൊടുത്തത് JNU ആണ്. പക്ഷേ ആ JNUവിനെ ലോക്സഭയിൽ വെച്ചാണ് വിളിച്ചു പറഞ്ഞത് രാജ്യദ്രോഹികളുടെ നിർമ്മാണ ഫാക്ടറികൾ, ഗർഭനിരോധന ഉറകളുടെ കേന്ദ്രം. വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല. യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്തോ ഒരു ആരോപണം ഞാൻ പറയാം, ഇനിയിപ്പോ പെട്ടെന്ന് അതിലേക്ക് വിഷയം അല്ല പറയണം. കാരണം JNUവില് ഇവരുന്നയിക്കുന്ന ആരോപണങ്ങൾ കേരളത്തിൽ SFI ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണല്ലോ. ഞാൻ തീർച്ചയായിട്ടും അപ്പം ഇന്ത്യക്ക് പുറത്തുള്ള ക്യാമ്പസുകളെ ചർച്ച അവസാനിപ്പിച്ചു. കേരളത്തിന് പുറത്തുള്ള ക്യാമ്പസുകളിൽ ഈ ഇരവാദം ഉന്നയിക്കുകയും അവിടെ പ്രതിരോധത്തിന്റെ ഐക്യനിര തീർക്കുകയും അവിടെ ഈ വേട്ടയാടപ്പെടുന്നവർക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ജനാധിപത്യ മര്യാദ നിങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട്
ഇപ്പം നജീബ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ കാണാതായിട്ട് 100-ലധികം ദിവസങ്ങൾ പിന്നെടുത്തു. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വലിയ സമരത്തിൽ. നജീബ് കാണാനാകുന്നതിന് മുമ്പ് നജീബിന്റെ മൂക്കിടിച്ച് നജീബ് ചോര വന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വിടുന്നത് SFIക്കാരുടെയോ NSUക്കാരുടെയോ അടി കൊണ്ടിട്ടല്ല. നജീബിന്റെ ഉമ്മയും ആ ഹോസ്റ്റലിന്റെ വാർഡനും ഒരേപോലെ പറയുന്നുണ്ട് ആരുടെ ഇടി കൊണ്ടിട്ടാണെന്നുള്ളത്. ഞാൻ പറയുന്നില്ല, നിതീഷ് സ്വയം എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേരളത്തിനകത്ത് ജനാധിപത്യം കാണിച്ചാലല്ലേ കേരളത്തിന് പുറത്ത് ഈ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഇവർ ഇത്രയും നേരം സമയമെടുത്ത് കേരളത്തിന് പുറത്തെ ക്യാമ്പസുകൾ, മോഡൽ ക്യാമ്പസുകളെ സംബന്ധിച്ചപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ചു.